എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ ആയിട്ട് ഒരു ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വിഭവം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 1 കിലോ ചെമ്മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ് കേട്ടോ. ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ചതച്ച കുരുമുളക് പൊടിയാണ് കേട്ടോ. അതാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. കുരുമുളക് ഒന്ന് ചതച്ചെടുത്തതാണ്. പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈകൊണ്ട് നല്ലപോലെ ഇതൊന്ന് തിരുമിയെടുക്കാം. സമയമുണ്ടെങ്കിൽ ഒരു അരമുക്കാൽ മണിക്കൂർ നേരം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു പാൻ വെച്ചെടുക്കാം. ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചെമ്മീനെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഒരുപാട് ഡീപ്പ് ഫ്രൈ ആവണ്ട. ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഒരു വശം ഒന്ന് ചെറുതായിട്ട് മേടിച്ചപ്പോൾ ഇതൊന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെമ്മീനിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ ആ വെള്ളം ഒന്ന് നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചെമ്മീൻ ഇവിടെ ഇതേപോലെ ഇതേ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. എന്നിട്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് ഒന്ന് ചതച്ചതാണ്. അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പതുക്കെ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. ഇനി നിറയെ കൊച്ചുള്ളിയും ഒരു കുടം വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. ഉള്ളി കിട്ടിയില്ലെങ്കിൽ സവാള ചെറുതാക്കി അരിഞ്ഞെടുത്താൽ മതി. ഉള്ളിയാണെങ്കിൽ ഏറ്റവും ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഒരു തണ്ട് കറിവേപ്പില ചേർത്തെടുക്കാം. 2 പച്ചമുളക് ഉണ്ടല്ലോ, അത് നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്തെടുക്കാം. അപ്പോൾ നീളത്തിലാണ് കേട്ടോ ഞാൻ അരിഞ്ഞെടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതാക്കിയതാണ്. അതും കൂടി ചേർത്തെടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞു വന്നപ്പോഴത്തേനും അതിലേക്ക് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. കുറച്ച് ഗരം മസാല പൗഡർ, അല്പം മുളക് പൊടി. അത് എരിവ് ആവശ്യത്തിനനുസരിച്ച് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ചതച്ച കുരുമുളക് പൊടിയാണ് കേട്ടോ ഇട്ടെടുക്കുന്നത്. മല്ലിപ്പൊടി ഞാനിതിൽ ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയുടെ കുറച്ച് പോരായ്ക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാള തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മസാലയിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ പോരായ്ക ഉണ്ട് കേട്ടോ. ചെമ്മീനിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിലും കുറച്ചും കൂടി പോരായ്ക ഉണ്ട്. അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടി ഇട്ട് കൊടുത്ത് ഒരു 4-5 മിനിറ്റ് നേരം ഈ പാനിൽ വെച്ച് തന്നെ നമുക്കിതൊന്ന് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കാം. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്ക്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. കുറച്ച് ചതച്ച മുളകും കൂടി ഇതിൻ്റെ മേലിൽ ഒന്ന് വിതറി കൊടുക്കുകയാണെങ്കിൽ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു വിഭവമായിട്ട് വരുന്നവരെ പോയിട്ട് വരാം.